ടി ജി, ഇന്നലത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത വലിയൊരു ദുരന്തം തന്നെയാണ്. നമ്മുടെ ശബരിമലയിൽ വന്ന തീർത്ഥാടകർക്ക് സന്നിധാനത്ത് പോലും എത്താൻ കഴിയാതെ തിക്കി തിരക്കിലും പെട്ട് കുഞ്ഞുകുട്ടി പരാധീനങ്ങളടക്കം വന്ന ഭക്തജനങ്ങൾ പമ്പയിൽ വെച്ച് തന്നെ മാലയൂരി തിരിച്ചു പോകേണ്ടി വന്ന ശാപവചസ്സുകളൊക്കെ ഉരുവിട്ടുകൊണ്ട് തിരിച്ചു പോകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാവർക്കും ഇന്നിപ്പോൾ അതിനൊക്കെ പറയുന്ന കാരണം അപ്രതീക്ഷിതമായ ജനത്തിരക്കുണ്ടായി എന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നിലവിളിയും ഇന്നലെ നിയന്ത്രിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടവും ജനങ്ങൾക്കുണ്ടായ വിഷമവും ഒക്കെയാണ് എല്ലാവരുടെയും, മാധ്യമങ്ങളുടെ പോലും ഒരു പൊതുവികാരം ആ ഒരു സങ്കടമാണ്. പക്ഷേ ഈ വിലാപങ്ങൾക്കിടയിൽ മറച്ചു പിടിക്കുന്ന ചില വസ്തുതകളുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അങ്ങനെ ചില ചോദ്യങ്ങൾ നമ്മൾ ഉയർത്തേണ്ടതുണ്ട് ഇന്ന് തന്നെ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം, ഒന്ന്, ശബരിമലയിൽ ഈ സ്വർണ്ണ മോഷണത്തിൻ്റെ വിവാദങ്ങൾ വന്നതിന് ശേഷം വിശ്വാസികൾ തന്നെ ഒരു കരുതലോടെ ഇനി ശബരിമലയ്ക്ക് പോയാൽ മതി, പോയാൽ തന്നെ സന്നിധാനത്ത് പണം കൊടുക്കുന്നത് കരുതി മതി എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ്. അപ്പോൾ ഈ വിവാദങ്ങൾ ശബരിമലയെ ബാധിക്കുമെന്ന ആരോപണം വലിയ തോതിൽ നിലനിൽക്കുമ്പോഴാണ്, അല്ല, വിവാദങ്ങളൊന്നും ബാധിച്ചില്ല, വലിയ തോതിൽ ആളുകൾ വന്നു, ഭക്തന്മാർ തിക്കിത്തിരക്കി വന്നു എന്ന് ഒരു ചിത്രം. രണ്ടാമത്തെ ഒരു ചിത്രം, ഇപ്പോൾ രാഷ്ട്രീയക്കാരായ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരൊക്കെ അഴിമതിക്കാരാണെന്ന് പിടിക്കപ്പെട്ടപ്പോൾ പത്മകുമാറിനേക്കാളും എൻ വാസുവിനേക്കാളും ഒക്കെ പിണറായി വിജയന് വിശ്വാസമുള്ള ഒരു IAS കാരൻ എന്ന നിലയിൽ കെ ജയകുമാറിനെ കൊണ്ടുവന്ന അവിടെ പാട്ടെഴുത്തുകാരൻ എന്നതിൽ അപ്പുറത്തേക്ക് ഇദ്ദേഹം എങ്ങനെയാണ് ഇപ്പോഴും അദ്ദേഹം എത്ര കാലമായി റിട്ടയർ ചെയ്തിട്ട്? അദ്ദേഹം IMGയുടെ ചെയർമാൻ, ഡയറക്ടറോ എന്തോ ആണ്. IAS വിട്ടതിന് ശേഷം ഇപ്പോഴും വിട്ടിട്ടില്ല. ഇപ്പോൾ അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കി. അപ്പോൾ പിണറായി വിജയനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവിന് അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിലെ അഴിമതിക്കാരേക്കാൾ വിശ്വാസ്യതയുള്ള ഒരാളായിട്ട് ഈ ഉദ്യോഗസ്ഥൻ എങ്ങനെ മാറുന്നു? ഇപ്പോൾ ഒന്നാമത്തെ ദിവസം തന്നെ അദ്ദേഹം തെളിയിച്ചത്, ജയകുമാർ ചാർജ് എടുത്തതിന് ശേഷം വന്ന രണ്ടാമത്തെ ദിവസത്തെ അനുഭവം ക്രൗഡ് മാനേജ്മെൻറ്റ് പോലും മഹാപരാജയമായി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ജയകുമാർ ഇത് വിട്ടുപോകേണ്ട സമയമായി, ഉടനെ ഉപേക്ഷിച്ച് പോകേണ്ടതാണ്. അടുത്തൊരു ചോദ്യം, ഇങ്ങനെ ക്രൗഡ് പുള്ളിങ്, ഇങ്ങനെ വലിയ തോതിൽ ആളുകൾ വന്നു ചേരുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ നമുക്ക് മറ്റു വഴികൾ ആലോചിക്കേണ്ടതില്ലേ? ഇപ്പോൾ ശബരിമല വിമാനത്താവളം പോലുള്ള വലിയ വൻകിട നിർമ്മാണ പദ്ധതികൾ ഇവരുടെ അജണ്ടയിലുണ്ട്. വലിയ സമരം നടത്തിയിട്ട് നാട്ടുകാർ, കുമ്മനം ഉൾപ്പെടെയുള്ള ആളുകൾ സമരം നടത്തിയാണ് ആ പദ്ധതി ഒരു കാലത്ത്, ഇപ്പോൾ അതിന് ബദൽ പദ്ധതി കൊണ്ടുവരികയാണ്. ഇങ്ങനെ ഒരുപാട് അജണ്ടകൾ ഇതിൻ്റെ ഇന്നലത്തെ നിലവിളിക്ക് പിന്നിൽ, ഇന്നലെ ക്രിയേറ്റ് ചെയ്തെടുത്ത നിലവിളിക്ക് പിന്നിൽ ഇപ്പോൾ അയ്യപ്പ സേവാ സംഘം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ നിലവിളികൾ, ഇന്നലത്തെ ദുരന്തം മുഴുവൻ മാൻമെയ്ഡാണ്, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമാണ്, ബോധപൂർവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് മൊത്തം ഈ എപ്പിസോഡിനെ ടി ജി ഒന്ന് നിരീക്ഷിക്കുന്നത്? ശബരിമല തീർത്ഥാടനം അലങ്കോലമാക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, ഒന്നും ചെയ്യാതിരുന്നാൽ മതി. നിങ്ങൾ അനങ്ങാതിരുന്നു കഴിഞ്ഞാൽ അത് അലങ്കോലമായിക്കോളും. നമ്മൾ ബോധപൂർവമായ ഇടപെടൽ നടത്താതെ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അതെ, തിരക്കിന് നമ്മൾ അതിൻ്റെ പാട്ടിന് വിട്ടു കഴിഞ്ഞാൽ അത് സ്റ്റാമ്പേഡിൽ കലാശിക്കും. ശബരിമലയിൽ ഇന്നുവരെ ചെയ്തിട്ടുള്ളത് ക്രൗഡ് മാനേജ്മെൻ്റ് അല്ല, ക്രൗഡ് കൺട്രോളാണ്. വടം കെട്ടി നിയന്ത്രിക്കുക, അവിടെ തടയുക, ഇതാണ് ചെയ്യുന്നത്. ക്രൗഡ് മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. തിരുപ്പതി പോലത്തെ ക്ഷേത്രങ്ങൾ വരുന്ന ക്രൗഡിന് തങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നതായിട്ട് അറിയുകയില്ല. അതാണ് മാനേജ്മെൻറ്റ്. അവർ വരുന്നു, അവരൊരു പ്രത്യേക സ്ഥലത്ത് ഇരുത്തുന്നു, അവിടുന്ന് 2 മണിക്കൂർ കഴിയുമ്പോൾ വേറൊരു സ്ഥലത്തേക്ക് അവർ മാറുന്നു. അങ്ങനെ പോയി അവർ സന്നിധാനത്തെത്തുന്നു, തൊഴുന്നു, മിന്നൽ പോലെ പുറത്തിറങ്ങുന്നു. ദേ ആർ ഫ്രീ. അതാണ് ക്രൗഡ് മാനേജ്മെൻറ്റ്. ക്രൗഡ് എന്നുള്ളത് ക്രൗഡിന് തിരിച്ചറിയില്ല. നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു 250 പേരേ ഉള്ളൂ. അടുത്ത റൂമിൽ 250, അതിനടുത്ത റൂമിൽ 250, ഇങ്ങനെ ഇരിക്കുകയാണ്. ഓരോ റൂമായിട്ട് അവർ തുറന്നു വിടും. അപ്പോൾ ഇൻ എ ഗിവൺ സിറ്റുവേഷൻ നമുക്ക് അനുഭവപ്പെടുന്ന ക്രൗഡ് ഏറി വന്നു കഴിഞ്ഞാൽ 1000 ആണ്. നമ്മൾ കടന്നു പോയി കഴിയുമ്പോഴാണ് തൊട്ടു പിന്നാലെ അടുത്ത 1000 വരുന്നത്, നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഭീകരമായ ക്രൗഡ് എന്ന് നമുക്ക് തോന്നുന്നില്ല. തിരക്കുണ്ടോ? 10,000 പേരുടെ ഒരു തിരക്കുണ്ടായിരുന്നു, സഹിക്കാവുന്ന തിരക്ക്. ഇത് അവർ മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ്. അവിടെ ഇതിൻ്റെ ഇരട്ടിയാണ് ക്രൗഡ്. ബട്ട് സിൻസ് അവരത് മാനേജ് ചെയ്യുന്നതുകൊണ്ട് ആർക്കും ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നില്ല. ശബരിമല അതിലും എത്രയോ സിമ്പിളായ ഒരു സ്ഥലമാണ്. തിരുപ്പതിയിൽ 365 ദിവസവും ദർശനമാണ്. 365 ദിവസവും ഇതിൻ്റെ ഇരട്ടി ക്രൗഡ് തിരുപ്പതിയിൽ വന്നുകൊണ്ടിരിക്കും. അതും മലമുകളിലാണ്. അവർക്ക് പിന്നെ സ്ഥലം കൂടുതലുണ്ട് ശബരിമലയേക്കാൾ കൂടുതൽ.
ഇവർക്ക് ശബരിമലയിൽ സ്ഥലമില്ല. ബട്ട് നിലയ്ക്കൽ വരെയുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ആണ്ടിൽ 2 സീസണും പിന്നെ മലയാള മാസം 1-ാം തീയതി 5 ദിവസം തുറക്കലും. ഇതാണ് ശബരിമലയുടെ ഓപ്പണിങ്. 365 ദിവസവും ഒന്നുമില്ല. വളരെ സുഖമായിട്ട് മാനേജ് ചെയ്യാവുന്നു. എന്നെയും സാറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാവുന്നതാണ്. കാരണം ഈ ദർശനമില്ലാത്ത ദിവസങ്ങളുണ്ടല്ലോ, അപ്പോൾ സമാധാനമായിട്ടിരുന്ന് പ്ലാൻ ചെയ്ത് വരച്ച് റെഡിയാക്കി അവിടെ പോയി നോക്കി കുറ്റി തെറിച്ച് ഇവിടെ മതിൽ കെട്ടി ഇവിടെ ഒരു ടെമ്പററി ഇതുണ്ടാക്കി ടോയ്ലറ്റ് ഇടിച്ച് മുറിഞ്ഞു അത് ശരിയാക്കി ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ശബരിമല മിനിഞ്ഞാന്ന് വന്ന ഒരു പ്രതിഭാസമൊന്നുമല്ലല്ലോ. അല്ല, എത്ര വർഷമായി ശബരിമല അവിടെ നിലനിൽക്കുന്നു, ലക്ഷക്കണക്കിന് ആൾക്കാർ പോകുന്നു, അത് കൂടി വരുന്നു. സൗകര്യവും ഇപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഒരു അടിസ്ഥാന സൗകര്യവും ഇപ്പോഴും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്നിട്ടും ഇവർ പറയുന്നത് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ. എന്തൊരുക്കം? തീർത്ഥാടനം ഈസ് എ റെക്കറിങ് ഫിനോമിന. അതിന് നിങ്ങൾ ഒരിക്കൽ ഒരുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരുക്കമില്ല. പിന്നെ ഒരുക്കം എന്ന് പറഞ്ഞാലും വല്ല ചൂല് കൊണ്ട് അടിക്കാനോ വൃത്തിയാക്കാനോ അല്ലോ, അതേ ഉള്ളൂ. ബട്ട് ഇവർ ഓരോ തവണയും ഒരുക്കങ്ങൾക്കായിട്ട് കാശ് മുടക്കും. പൈസ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് ഭക്തന്മാർ പൈസ കൊണ്ടുപോയി ഇട്ടുകൊണ്ടിരിക്കും. അഴിമതിയുടെ കൂത്തരങ്ങാണ് അത്. ശബരിമല മാത്രമല്ല, ഏകദേശം സകല ക്ഷേത്രങ്ങളും ദേവസ്വം ബോർഡിൻ്റെ ഒരു കണക്കുമില്ല, ഓഡിറ്റില്ല, ഒന്നുമില്ല. കോടിക്കണക്കിന് രൂപ വന്നുകൊണ്ടിരിക്കുന്നു. ആരൊക്കെയോ ചിലവാക്കുന്നു. സ്വർണം എടുത്തിട്ട് അതിന് പകരം മുക്കുപണ്ടം വയ്ക്കുന്നു. ഇത് പരിശോധിക്കാൻ ആരുമില്ല. ഈ അവസ്ഥയാണ്. ശബരിമലയിലും അവരത് എൻജോയ് ചെയ്യുന്നു. അതെ അതെ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ശബരിമല പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ സീസൺ അവസാനിച്ച് നട അടയ്ക്കുന്നവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. നട അടച്ചു കഴിഞ്ഞാൽ നമ്മളും പറച്ചിരുന്നത് എവരിബഡി വിൽ ഫോർഗെറ്റ് ശബരിമല. അതെ അതെ. പിന്നെ ശബരിമല ഹൈക്കോടതിയുടെ വരെ ഓർമ്മയിൽ വരുന്നത് നട തുറക്കുന്നു പിറ്റേ ദിവസം. അവിടെ അടിയും പിടിയും ബഹളമായി. ഇന്നലെ നട തുറന്നു, ഇന്നിപ്പോൾ ഹൈക്കോടതി ഇതെന്താ ഇത് എന്നൊക്കെ ചോദിക്കുന്നു. എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു 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 ഡിസാസ്റ്റർ അല്ലെങ്കിൽ തന്നെ ഇനാക്ഷനാണ് കാരണം. അതെ, ഇനാക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് ഡിസാസ്റ്റർ ഉണ്ടാക്കാം. ഒരു ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞാൽ മോഹൻദാസ് എന്ത് ചെയ്തു, മോഹൻദാസ് അയാളെ പിടിക്കുക, അയാളാണ് ദേവസ്വം പ്രസിഡന്റ്, നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പറ്റില്ല. കാരണം ഞാനൊന്നും ചെയ്തിട്ടില്ല, കുറ്റം ചെയ്തിട്ടില്ലല്ലോ. ഞാൻ എന്തെങ്കിലും ചെയ്താലല്ലേ ഞാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുള്ളൂ. ഈ ജയകുമാർ വന്നതിൻ്റെ പ്രയോജനം എന്താണ്? അതൊരു പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണ്, ഒരു ടാക്റ്റിക്കൽ അപ്പോയിൻമെൻ്റാണ്. ശബരിമല ഈ സ്വർണത്തിൻ്റെ പ്രശ്നമൊക്കെ വന്നു കഴിയുമ്പോൾ 10 പേര് കേട്ടാൽ കൊള്ളാവുന്ന ഒരാൾ എന്ന് പേരുള്ള ഒരാൾ മുഖം എനിക്ക് എടുക്കുക ഗവൺമെൻറ്റിൻ്റെ. അങ്ങനെ ഒരു നിങ്ങൾക്ക് ജയകുമാർ കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരനാണ് തന്നെ. കോൺഗ്രസ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ജയകുമാർ കോൺഗ്രസ്സാണ്. ഈ ഒഴിക്കുന്ന പാത്രത്തിനനുസരിച്ച് ഷേപ്പ് മാറുന്ന വെള്ളത്തിൻ്റെ സ്വഭാവം ഉള്ള ഒരു IAS കാരൻ. അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. അദ്ദേഹത്തിന് ജീവിച്ചു പോകാനുള്ള തന്ത്രങ്ങൾ, നയങ്ങൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. സോ ഹീ ഈസ് ദ ഡാർലിംഗ് ഓഫ് ഹൂസോ എവർ ഈസ് റൂളിംഗ്. LDF or UDF ആര് ഭരിച്ചാലും ഏത് വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന് നിന്ന് വഴിക്കാൻ അറിയാം. അപ്പോൾ അദ്ദേഹം അറിയാവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. അല്ല, IAS നിന്ന് പിരിഞ്ഞതിന് ശേഷവും അദ്ദേഹം എത്ര കാലമായിട്ട് പിടിച്ചു നിൽക്കുന്നു? അല്ല, അത് അദ്ദേഹം മാത്രമല്ല, വേറെ ഒരുപാട് പേരുണ്ട്. KM എബ്രഹാം ഉണ്ട്, VP ജോയ് ഉണ്ട്. എത്ര ഈ മരണം വരെ ഒരു പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. IAS-കാർക്കും IPS-കാർക്കും റിട്ടയർമെൻറ്റിന് ശേഷമുള്ള പോസ്റ്റിംഗ്. എന്നിട്ട് ഇതേ മാന്യന്മാർ ഹൈക്കോടതി സുപ്രീം കോടതി ജഡ്ജിമാരെ കുറ്റം പറയും. അവർ റിട്ടയർ ആയി കഴിയുമ്പോൾ ട്രിബ്യൂണലിൻ്റെ തലപ്പത്ത് പോകുന്നു, അവർ ട്രിബ്യൂണലിൻ്റെ തലപ്പത്ത് പോകുന്നു, ഇവർ കോർപ്പറേഷൻ്റെ തലപ്പത്ത് പോകുന്നു. വ്യത്യാസം. ഇവരെല്ലാം ഈ ഭരണകൂടത്തെ ചുറ്റിപ്പറ്റി കറപ്ഷൻ്റെ ആരോപണങ്ങൾ നേരിട്ട ഒരാളാണല്ലോ ജയകുമാർ. ആരോപണങ്ങളേ ഉള്ളൂ, അതിനകത്ത് വസ്തുതയൊന്നും ഇതുവരെ. മലയാളം യൂണിവേഴ്സിറ്റിയുടെ ഭൂമിയിലെ വിവാദത്തിലൊക്കെ അതെല്ലാം ഈ വൈൽഡ് അലിഗേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും പ്രത്യേകിച്ച് പുള്ളി കേസിൽ പെടുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഇദ്ദേഹത്തിന് ഇനബിലിറ്റി ആണല്ലോ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ. അത് അദ്ദേഹത്തിന് ന്യായം ഉണ്ടാകും. ഞാൻ വന്നിട്ട് ആകെ 4 ദിവസമായിരുന്നു, ഞാൻ എന്ത് ചെയ്യാനാണ്. ഞാൻ വന്നപ്പോഴത്തേക്ക് ഇത് മൂർധന്യത്തിലെത്തി, പിന്നെ നിയന്ത്രണം വിട്ടുപോയി. ഇന്ന് അദ്ദേഹം കൺഫ്യൂസ് ചെയ്തിട്ടുണ്ട്. ഭയാനകമായ തിരക്കായിരുന്നു, സകല സംവിധാനങ്ങളും തകർന്നുപോയി. അതെ അതെ. പക്ഷേ ഈ ഭയാനകമായ തിരക്ക് അനുവദിക്കാൻ പാടില്ല. അല്ല, അങ്ങനെ ഉണ്ടായതാണോ? ശരിക്കും ഉണ്ടാവുമോ? അതോ ഇത് ഒരു മാനിപ്പുലേറ്റഡ് സ്റ്റോറിയാണോ? ഇത്രയേറെ ആൾ ഇതൊക്കെ സാധാരണ കാണുന്ന കാഴ്ചയല്ലേ ടി ജി? സാർ, ഇത് ഞാനതാ തുടക്കത്തിലേ പറഞ്ഞത്, ഒരു മാനിപ്പുലേഷനും ആവശ്യമില്ല. നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ആളുകൾ ഈ കാണുന്ന പോലെ ദുരന്തം ഉണ്ടാക്കും.
തിക്കും തിരക്കും വെൻ ദർ ഈസ് നോ കൺട്രോൾ നത്തിങ്. പുറകിലുള്ള ആൾ മുമ്പിലുള്ള ആളിനെ പുഷ് ചെയ്യും, അയാൾ അതിന് മുമ്പിലുള്ള ആളിനെ പുഷ് ചെയ്യും, ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാ പുഷ് ചെയ്യുന്നതെന്ന് അവർക്കും അറിയില്ല. ഈ ക്രൗഡിൻ്റെ ഒരു പ്രത്യേക സൈക്കോളജി ഉണ്ട്. ഒരു ഇവൻ്റ് തീരുന്നത് വരെ ക്രൗഡ് ചുമ്മാ ഇങ്ങനെ സ്വെല്ല് ചെയ്ത് കൂടി കൂടി തിക്കി തിക്കി വരും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ക്രൗഡിന് അറിയില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ ശബരിമല അയ്യപ്പൻ്റെ ദർശനമോ അല്ലെങ്കിൽ ഒരു വെടിക്കെട്ടോ ഒരു തേങ്ങ ഉടയ്ക്കലോ എന്തെങ്കിലും ഒരു ഇവൻ്റ് അവരുടെ മുമ്പിൽ കിട്ടാതെ ആ ക്രൗഡ് അടങ്ങില്ല, അവർ പിരിഞ്ഞു പോവില്ല. അതേസമയം നിങ്ങൾ രണ്ട് സൈഡിൽ അവരെ തടഞ്ഞിരിക്കുകയാണ് തന്നെ. റൈറ്റിലോ ലെഫ്റ്റിലോ അവർക്ക് പോകാൻ പറ്റില്ല, ആകെ മുന്നോട്ടോ പുറകോട്ടോ പോകാൻ പറ്റുള്ളൂ. ഇതിന് പരിഹാരമായിട്ട് പുറകിൽ നിന്ന് ഇങ്ങനെ തള്ളു വരുന്നു. ആര് തള്ളുന്നു എന്നറിയില്ല. ഞാൻ സാറിനെ തള്ളും, സാറ് മുമ്പിൽ നിൽക്കുന്ന ആളിനെ തള്ളും. ഈ അയ്യപ്പ സംഗമത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന് പരിഹാരമായി വല്ലതും ഉണ്ടോ വന്ന നിർദ്ദേശങ്ങളിൽ? അയ്യപ്പ സംഗമത്തിൽ ഒരു ചുക്കും ഉണ്ടായിട്ടില്ല. ഒരു കാർണിവൽ നടത്തി, അതൊരു കാർണിവൽ നടത്തി അവർ പിരിഞ്ഞതാണ്. ഇത് ബേസിക്കലി സാർ ശബരിമലയിൽ 67 ഏക്കർ സ്ഥലമേ ഉള്ളൂ. ഈ സന്നിധാനം ഏർപ്പാടിച്ച് 67 ഏക്കറേ ഉള്ളൂ. ഇനി 1 ഇഞ്ച് ഭൂമി കേന്ദ്ര സർക്കാർ തരില്ല. ഇതിൻ്റെ പ്രത്യേകത പെരിയാർ ടൈഗർ റിസർവിലാണ് ഈ ശബരിമല ഇരിക്കുന്നത്. പെരിയാർ ടൈഗർ റിസർവ് നമ്മൾ ഈ കടുവ സംരക്ഷണ മേഖലയാണ്. അതിൻ്റെ ആ സ്ഥലം കേരള സർക്കാരിൻ്റെ ആണെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ സൂപ്പർവിഷനുണ്ട്. ടൈഗർ റിസർവ് ആയതുകൊണ്ട് 2 സംസ്ഥാനങ്ങൾ ഇന്നുള്ളതാണ് ഇതിൽ. ടൈഗർ റിസർവിൽ തമിഴ്നാട് കേരളവും ഉണ്ട്. ഇതുപോലെ നമ്മൾ ലയൺ റിസർവ് ഉണ്ട്, കണ്ടാമൃഗത്തിൻ്റെ റിസർവ് ഉണ്ട്. അവർക്കൊക്കെ ആയിട്ട് നമ്മൾ സ്ഥലം റിസർവ് ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവൻ മനുഷ്യനങ്ങ് തിന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർ കടുവകളെവിടെ പോകും? അപ്പോൾ അതുകൊണ്ട് ശബരിമലയ്ക്ക് 1 ഇഞ്ച് ഭൂമി കൊടുക്കില്ല. അപ്പോൾ ശബരിമലയിൽ ഉള്ള ഭൂമി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ശബരിമലയിൽ നിന്ന് താഴെ ഇറങ്ങുക, നിലയ്ക്കലിൽ നിന്ന് പുറകോട്ട് വരിക, എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ശബരിമല മലയാളിയുടെ മനസ്സിൽ കിടക്കുന്നത് രാവിലെ ശബരിമലയ്ക്ക് പോകും, പിറ്റേ ദിവസം രാവിലെ തിരിച്ച് വീട്ടിലെത്തും. ഇതാണ്. ഇറ്റ് ഈസ് ദാറ്റ് ഫാസ്റ്റ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഫാസ്റ്റ്. അത് സാധ്യമല്ലാത്ത ഒരവസ്ഥ. ഇത്രയും ക്രൗഡ് വന്നു കഴിയുമ്പോൾ നിങ്ങളിങ്ങനെ പോയി തൊഴുതു തിരിച്ചു വന്നു, ആ പരിപാടി നടക്കില്ല. നിങ്ങൾക്ക് പത്തനംതിട്ടയിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ. നിങ്ങൾക്ക് നിലയ്ക്കൽ 10-12 മണിക്കൂർ സ്റ്റേ ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് പമ്പയിൽ 3-4 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും. പമ്പ കഴിഞ്ഞാൽ ഏറ്റവും വേഗം നിങ്ങൾ സന്നിധാനത്തിൽ തിരിച്ചിറങ്ങേണ്ടി വരും. ഇവാക്യുവേഷൻ ഇതിനകത്ത് ഒരു പ്രധാന പ്രശ്നമാണ്. ഈ കയറുന്ന ആൾ അവിടെ അങ്ങനെ ചുറ്റി അങ്ങ് നിൽക്കുക, ഇയാൾ ഇറങ്ങുന്നില്ല. കൂടുതൽ ആൾക്കാർ മലയിലേക്ക് വരുന്നു, മലയിലുള്ളവർ ഇറങ്ങുന്നുമില്ല. എന്ത് ചെയ്യും? സോ ഇവാക്യുവേഷൻ ഒരു പ്രശ്നമാണ്. അവിടെ വന്ന ആളുകളെ ഇറക്കി വിടണ്ടേ? രാവിലെ വന്ന ആൾ അങ്ങനെ ചുറ്റിപ്പറ്റി അമ്പലത്തിൻ്റെ അവിടെ നിന്നു, അവിടെ പോയി അപ്പാച്ചിമേടാണ്, കൊച്ചു കടുത്തയാണ്, അതാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ തൊഴുതും പിടിച്ചും ഈ കക്ഷി താഴത്തേക്ക് പോകുന്നില്ല. എന്ത് ചെയ്യും? അപ്പോൾ ഇവരെ ഇവാക്യുവേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതും ഇടപെട്ടിട്ട് അപ്പോൾ അവർക്ക് ഭക്തന്മാർക്ക് അവരുടെ എക്സ്ക്യൂസുണ്ട്. അവർ നെയ്യ് അഭിഷേകത്തിന് ഈ തേങ്ങ ഉടച്ചിട്ട് നെയ്യ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അഭിഷേകം ചെയ്ത് കുറച്ച് നെയ്യ് അവർക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. ഈ അഭിഷേകത്തിൻ്റെ നെയ്യ് നിങ്ങൾ തിരിച്ച് പമ്പയിലെത്തുക. ഈ നെയ്യ് നിങ്ങൾക്ക് പ്രസാദമായിട്ട് പമ്പയിൽ നിന്ന് വിതരണം ചെയ്യും, അല്ലെങ്കിൽ നിലയ്ക്കൽ നിന്ന് വിതരണം ചെയ്യും. ഈ നെയ്യ് എല്ലാവരും, എൻ്റെയും സാറിൻ്റെയും എല്ലാവരുടെയും നെയ്ത്തേങ്ങയിലെ നെയ്യാണ് അയ്യപ്പനെ അഭിഷേകം ചെയ്യുന്നത്. ഒരിക്കൽ ഇത് പൊട്ടിച്ച് അഭിഷേകം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ നെയ്യ് വേറെ, സാറിൻ്റെ നെയ്യ് വേറെ, ഇതിന് തിരിച്ചറിവൊന്നുമില്ല. അത് ആ വിഗ്രഹത്തിൽ നിന്ന് ഒഴുകി വന്നതിൻ്റെ സങ്കല്പത്തിൽ അതൊരു പ്രസാദമായിട്ട് മനുഷ്യർ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ബൾക്കായിട്ട് കൈകാര്യം ചെയ്തിട്ട് നിങ്ങൾക്ക് പമ്പയിലോ നിലയ്ക്കലോ വിതരണം ചെയ്യാൻ പറ്റും. നിങ്ങൾ അവിടുത്തെ കൗണ്ടറിൽ ശരിക്കും മാനേജ്മെൻറ്റ് ഇത് സുഖമായിട്ടിരുന്ന് ചെയ്യാൻ തയ്യാറാക്കാം. വേറൊന്ന് 18-ാം പടി, അതാണ് ഇതിൻ്റെ ബോട്ടിൽ നെക്ക്. 18-ാം പടിയിലൂടെ 1 മണിക്കൂറിൽ 80,000-ൽ കൂടുതൽ ഭക്തന്മാരെ കയറ്റാൻ പറ്റില്ല എന്ന് കഴിഞ്ഞ 5 വർഷമായിട്ട് കേരള പോലീസ് എഴുതി കൊടുത്തിട്ടുണ്ട്. അവിടെ ശബരിമല സ്പെഷ്യൽ ഡ്യൂട്ടി കിട്ടുന്ന സകല SP-മാരും മാക്സിമമാണ് 80,000. ഈസിലി കുറച്ച് സമാധാനമായിട്ടൊക്കെ പോകണമെങ്കിൽ 60,000. അതല്ല എങ്ങനെയും കുത്തിത്തിരിക്ക് കയറ്റാനാണെങ്കിൽ 80,000. മിക്കവാറും ഈ പോകുന്ന ആരും തന്നെ 18-ാം പടി ചവിട്ടാറില്ല.
ഇവരെ പഴക്കൊല പോലെ പൊക്കി പോലീസുകാർ വീഡിയോയിൽ കണ്ടിട്ടില്ല. 2 വശത്തും പോലീസുകാർ പൊക്കി അങ്ങ് അടുത്ത ആളുടെ അടുത്ത് കൊടുക്കും. അയാളെ പൊക്കി അതിനെ ഇയാളുടെ കാല് 18-ാം പടിയിൽ ചവിട്ടാൻ പറ്റില്ല, സോ ഫാസ്റ്റ്. എങ്കിലേ ഈ 80,000 പേരെ 1 മണിക്കൂറിൽ കയറ്റാൻ പറ്റുള്ളൂ. വാട്ടുടും പറഞ്ഞാൽ തീർത്ഥാടനത്തിന്റെ. അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ ശബരിമലയിൽ 18-ാം പടി വീതി കൂട്ടണം. ആചാര സംരക്ഷകർ സമ്മതിക്കില്ല. പ്രാണം പോയാലും ശരി 18-ാം പടി വരെ വീതി കൂട്ടാൻ പറ്റില്ല. ശരി, നമ്മളുടെ ചെങ്കോട്ടുകുളം സ്വാമി സത്യാനന്ദ സരസ്വതി ഒരു പ്രപ്പോസൽ കൊടുത്തു. ഈ 18-ാം പടിയിൽ കയറുന്നത് അമ്പലത്തിൻ്റെ കിഴക്ക് വശത്താണ്. നിങ്ങൾ തെക്ക് വശത്തും പടിഞ്ഞാറ് വശത്തും വടക്ക് വശത്തും 18-ാം പടി കെട്ടുക. അത്രയേ ഉള്ളൂ. നിങ്ങൾ കയറുന്നത് ഏത് 18-ാം പടിയിലൂടെയാണോ അവിടെ നിന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് വന്നിട്ട് അതേ 18-ാം പടിയിലൂടെ ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഒരു ബൈപ്പാസ് കൊടുത്ത് ഇറങ്ങുക. എക്സിറ്റിന് ഒരു കോമൺ വേ കൊടുക്കുക. എൻട്രൻസ് മാത്രമേ ഇങ്ങനെയാവുക. ഈ പദ്ധതികളൊക്കെ ഇത്തരം പ്രപ്പോസലുകളൊക്കെ സ്വാമി എന്ന് പറഞ്ഞു. അയ്യപ്പൻ്റെ 18-ാം പടി എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ മുമ്പിൽ തന്നെയുള്ള 18-ാം പടി എന്ന് അർത്ഥം കൊടുക്കരുത്. ആൾ കൂടുതലാണ്. സോ പാരലൽ 18-ാം പടിയാവാം, അല്ലെങ്കിൽ ഉള്ള 18-ാം പടിക്ക് വീതി കൂട്ടാം. ഇതൊന്നും ചെയ്യാൻ ആചാര സംരക്ഷകർ സമ്മതിക്കില്ല. എന്നാൽ മോഷ്ടിക്കാൻ ആചാര സംരക്ഷകർക്ക് ഒരു കുഴപ്പമില്ല. അവരെ തെരുവിൽ കണ്ടോ മോഷണത്തിനെതിരെ? ഇല്ല. മോഷ്ടിച്ചോ, പക്ഷേ 18-ാം പടിക്ക് വീതി കൂട്ടരുത്. അത് ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ താല്പര്യം. ബട്ട് ഒരു കാര്യം, ഈ പറഞ്ഞ ആചാര സംരക്ഷകർ ഇപ്പോൾ ഇല്ലോജിക്കൽ എന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ അവരെ സംബന്ധിച്ചോളം അത് ലോജിക്കലാണ്, പവിത്രമാണ്. അത് പക്ഷേ മാനിച്ചല്ലേ പറ്റുള്ളൂ. അവരാണ് ഭൂരിപക്ഷം. ഭക്തിക്ക് ലോജിക്കില്ല. അപ്പോൾ യു ഹാവ് ടു ഇൻക്ലൂഡ് ദം. അവരുടെ താല്പര്യങ്ങളും കൂടെ ചേർത്ത് മാത്രമേ അത് നമുക്ക്, ഞാനതിനോട് യോജിക്കുന്നോ ഇല്ല എന്നുള്ളത് എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അവരുടെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കണക്കിലെടുത്തിട്ടേ നമുക്കൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇല്ല അതൊന്നും പറ്റുന്നില്ല, നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നില്ല, മാസ്റ്റർ പ്ലാൻ അത് പറ്റില്ല. വിശ്വാസം അത് കുറച്ച് അന്ധമോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടേ നമുക്ക് ഒരു പ്ലാൻ തയ്യാറാക്കാൻ പറ്റുള്ളൂ. ഇത് തയ്യാറാക്കാനായിട്ട് എത്ര വർഷങ്ങൾ നമ്മുടെ ഉണ്ടായിരുന്നു. പ്ലാനിന്റെ കുറവല്ല അല്ലേ, ഇതൊന്നും ഇംപ്ലിമെന്റ് ചെയ്യാൻ ധൈര്യമില്ലാഞ്ഞിട്ടോ അതോ ഇച്ഛാശക്തി ഇല്ല? ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാനുണ്ട്. അതിൻ്റെ ഇൻചാർജ് ഈശ്വര കെ ജയകുമാറായിരുന്നു. 2 വർഷം ദേവസ്വം ബോർഡേ ഇല്ലാതെ ഫുൾ ഇദ്ദേഹത്തിന് അധികാരം ഉണ്ടായിരുന്നു. എന്നിട്ടും ചെയ്തില്ല. ദേവസ്വം ബോർഡില്ല. നോബഡി ഈസ് അബവ് ഹിം. ഹി വാസ് ദ മൊണാർക്ക് ഓഫ് വാട്ട് എവർ ഹി സർവേസ് ഫോർ 2 years. ജയകുമാർ ഈ കുട്ടോട്ടു ഇപ്പം അദ്ദേഹം 3 പേരിൽ ഒരാളായിട്ട് വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹം ആത്മാർത്ഥതയുള്ളവനാണ് എന്ന് തന്നെ വയ്ക്കുക. അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അത് അദ്ദേഹം തുറന്ന് പറയുകയും ചെയ്യും. ഞാനിപ്പോൾ വിചാരിച്ചാലൊന്നും നടക്കില്ല, അടുത്ത സീസണിൽ നോക്കാമെന്ന് പറയും. ഈ സീസൺ ഇങ്ങനെ അലമ്പും വഴക്കും ചവിട്ടും തൊഴിയായിട്ട് ആരും മരിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും മാർഗമുള്ളൂ. അത് ഇങ്ങനെ തന്നെ പോകും. സാർ, ഈ ഒരു സ്ഥലത്ത് കൂടുതൽ ആൾ വരുമ്പോൾ കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ ഒരു സീസൺ കഴിയുമ്പോൾ ഭക്തന്മാർക്കും മനസ്സിലാകും ശബരിമലയിൽ പോകുക എന്ന് പറഞ്ഞാൽ 1 day അഫെയർ അല്ല, ഇറ്റ്സ് എ 4 days അഫെയർ. ഇപ്പോൾ തിരുപ്പതി മനസ്സുകൊണ്ട് എല്ലാവരും അംഗീകരിച്ചു. തിരുപ്പതിയിൽ പോവുകയാണെങ്കിൽ ഒരു 12 മണിക്കൂർ അതിനു വേണ്ടി മാറ്റിവെക്കും. നിങ്ങൾക്ക് ദർശനം കിട്ടാൻ 3 മുതൽ 12 മണിക്കൂർ വരെ എടുക്കാം. അപ്പോൾ എല്ലാവരും മെൻ്റലി അതിന് തയ്യാറെടുപ്പാണ്. മൊബൈലും ഒക്കെ ഓഫ് ചെയ്ത് താമസിക്കുന്ന സ്ഥലത്ത് വെച്ചു ഫ്രീ ആയിട്ട് 12 മണിക്കൂർ. ഡിജിറ്റൽ ഫ്രീഡവും ഉണ്ട്, മൊബൈൽ കയ്യിലില്ല, ഒന്നുമില്ല. അതുകൊണ്ട് സമാധാനമായിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിങ്ങനെ, കാരണം നമ്മൾ തന്നെ ഒരു തീരുമാനം അക്സെപ്റ്റ് ചെയ്തു 12 മണിക്കൂർ ഇങ്ങനെ ഇരിക്കും. ഈ 12 മണിക്കൂറിനിടയ്ക്ക് ലോകം അവസാനിക്കും എന്നൊക്കെ നമുക്ക് തോന്നും മൊബൈൽ കയ്യിലില്ലാത്ത. പക്ഷെ ഞാൻ പലതവണ തിരുപ്പതിയിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇത്രേ ഉള്ളൂ, മൊബൈൽ കയ്യിലില്ല, ഒന്നും സംഭവിക്കാൻ. ഇനി ആരെങ്കിലും മരിക്കുന്നുണ്ടെങ്കിൽ മൊബൈൽ കയ്യിലുണ്ടെങ്കിലും അയാൾ മരിക്കും. തീർച്ചയായും അയാൾ മരിച്ചു എന്നുള്ള വിവരം ഞാൻ അപ്പം അറിയുന്നതും 12 മണിക്കൂർ കഴിഞ്ഞറിയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം മരിച്ച ആളിനെ ഞാനായിട്ട് പുനരുജ്ജീവിപ്പിക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ്. ഇത് മനസ്സിലാക്കുന്നതാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. ഏറ്റവും വലിയത്. അവസാനമായിട്ട് ഈ വിമാനത്താവള പദ്ധതി ഇനിയും പൊടിതട്ടി വരുമോ? അത് വരും. അതിൽ ആർക്കും തടസ്സമൊന്നുമില്ലല്ലോ. ഈ ആറന്മുള വിമാനത്താവളത്തിന് തടസ്സമുണ്ടായപ്പോൾ കുമ്മനമടക്കമുള്ളവർ ചൂണ്ടിക്കാണിച്ച ഓൾട്ടർനേറ്റ് സ്ഥലത്താണ് ഇപ്പോൾ ഈ വിമാനത്താവളം അവർ പ്ലാൻ ചെയ്ത. അതുകൊണ്ട് ഇൻ പ്രിൻസിപ്പിൾ അതിന് തടസ്സം ഉണ്ടാവേണ്ട കാര്യമില്ല. പിന്നെ ഉള്ളതെന്താണെന്ന് വെച്ചാൽ ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാരിൻ്റെയാണ്.
സർക്കാരിൻ്റെ ഭൂമി സർക്കാർ തന്നെ പൈസ കൊടുത്ത് ഏറ്റെടുക്കുന്നത് എന്തിനാണ്? ഉം. ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാരിൻ്റെ അല്ല എന്ന് അയന ഫൗണ്ടേഷൻ വാദിക്കുന്നു. അത് കേസായിട്ട് ഹൈക്കോടതി അവസാനം അത് പാലാ മുനിസിപ്പൽ കോടതിയിൽ സ്യൂട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ് കേരള സർക്കാരിനോട് പറഞ്ഞ് കേരള സർക്കാർ അവിടെ പോയി. കേരള സർക്കാർ പറഞ്ഞു, ഞങ്ങളൊരു കാര്യം ചെയ്യാം, നഷ്ടപരിഹാരത്തിൻ്റെ പൈസ ഇപ്പോഴേ കെട്ടിവയ്ക്കാം, എന്നിട്ട് ഭൂമി അക്വയർ ചെയ്തിട്ട് എയർപോർട്ട് തുടങ്ങാം എന്നൊക്കെ പറഞ്ഞ് കേസ് അങ്ങനെ നിൽക്കുന്നുണ്ട്. അതല്ലാതെ അതിനകത്ത് വേറെ ഒബ്ജക്ഷനൊന്നുമില്ല. പാരിസ്ഥിതിക പ്രശ്നം തീർത്ഥാടനത്തിന് ഗുണം ചെയ്യുമോ? തീർത്ഥാടനത്തിന് കുറച്ച് ഗുണം ചെയ്യും തീർച്ചയായിട്ടും. കാരണം ഫ്ലൈറ്റിൽ അവിടെ വരെ പോയി ഇറങ്ങാമല്ലോ. ഈ ചെറുവള്ളി പക്ഷേ ചെറുവള്ളിയിൽ നിന്ന് പിന്നെയും ദൂരമുണ്ട് ശബരിമലയ്ക്ക്. അങ്ങനെ ശബരിമലയുടെ താഴ്വരയിലൊന്നും അല്ല എയർപോർട്ട്, ദൂരെയാണല്ലേ? ദൂരെയാണ്. പക്ഷേ തീർച്ചയായിട്ടും തീർത്ഥാടനത്തിന് അത് സഹായിക്കും. ഇപ്പം തന്നെ ഉണ്ട്. നെടുമ്പാശ്ശേരിയിൽ ഫ്ലൈറ്റ് വരെ വരുന്ന എത്രയോ ഭക്തന്മാരുണ്ട്. ട്രെയിനിൻ്റെ കാര്യം പറയുകയും വേണ്ട. എന്തായാലും ശബരി റെയിൽപാത വരുമ്പോൾ വീണ്ടും തിരക്ക് കൂടും. തീർച്ചയായും സൗകര്യങ്ങൾ വരുന്നതിനനുസരിച്ച് തിരക്ക് കൂടും. തിരക്ക് കൂടുന്നതിനനുസരിച്ച് സൗകര്യങ്ങൾ വർദ്ധിക്കും. തീർത്ഥാടനത്തിൻ്റെ ഒരു പ്രത്യേകത. തീർച്ചയായിട്ടും. ഏതായാലും മനുഷ്യൻ മരിക്കാതെ ഭക്തന്മാർക്ക് ശബരിമലയിൽ വന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഈ ഇനാക്ഷൻ മാറ്റിയിട്ട് ഒരു പ്ലാനിങ്ങും ഒരു ആലോചനയും ഒക്കെ ഈ പാവങ്ങൾക്ക് വേണ്ടി മനസ്സ് കൊടുക്കാൻ, അല്ലേ, എല്ലാ ഉത്തരവാദപ്പെട്ടവരും തയ്യാറാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ആരും മരിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.